ഇവർക്ക് ഡോക്ടർ ആകണം. മാർക്ക് നോക്കൂ, സയൻസിൽ 59 മാർക്കുണ്ട്. കണക്കിലെയും സയൻസിലെയും മാർക്ക് മാത്രമല്ലല്ലോ പ്രധാനം, ബാക്കി വിഷയങ്ങളിലും വലിയ മാർക്കൊന്നുമില്ല. ഇത് നോക്കൂ, ജിയോഗ്രഫിയിൽ സി, സയൻസിൽ ഡി. കുട്ടിയുടെ റിപ്പോർട്ട് കാർഡ് നിങ്ങൾ കണ്ടല്ല. നിങ്ങളുടെ റിപ്പോർട്ട് കാർഡ് എവിടെയാണ് നിങ്ങളുടെ റിപ്പോർട്ട് കാർഡ്? ഏത് റിപ്പോർട്ട് കാർഡ്? കുട്ടിയുടെ പഠനത്തിനായി നിങ്ങൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ചെയ്തിട്ടുണ്ടോ? ആ റിപ്പോർട്ട് കാർഡ്. അതൊന്നും ഇല്ല. സാരമില്ല, നമുക്ക് ഇപ്പോഴെന്താക്കാം. ഒരു കാര്യം പറയൂ, കുട്ടിയുടെ എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിനായി നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ? കുറച്ച് സമ്പാദ്യമുണ്ട്, പക്ഷേ അതിനായി പ്രത്യേകമൊന്നും മാറ്റി വെച്ചിട്ടില്ല. പിന്നെ എമർജൻസി ഫണ്ടോ? കുറച്ച് സമ്പാദ്യവും പിന്നെ ഇൻവെസ്റ്റ്മെന്റും മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻഷുറൻസോ? അത് ഇതുവരെ എടുത്തിട്ടില്ല, പക്ഷെ എടുത്തത്. ഇപ്പോൾ നോക്കൂ, ഈ റിപ്പോർട്ട് കാർഡിൽ നിങ്ങളുടെ മാർക്കും അത്ര നല്ലതല്ല. പക്ഷെ നമുക്ക് എങ്ങനെ സ്കോർ മെച്ചപ്പെടുത്താൻ കഴിയും? ഞാനിപ്പോ പറയാം. നോക്കൂ, പ്ലാനിങ് കൃത്യമാണെങ്കിൽ മാത്രമേ റിപ്പോർട്ട് കാർഡിൽ നല്ല മാർക്ക് ലഭിക്കൂ. അവസാന നിമിഷം പഠിക്കാൻ തുടങ്ങിയാൽ ശരിയാകുമോ? ഇല്ല. എപ്പോൾ പഠിക്കണം, എന്ത് പഠിക്കണം, എത്ര പഠിക്കണം എന്നാദ്യം തന്നെ തീരുമാനിക്കണം. പഠിക്കാൻ ഇത്രയധികം പ്ലാനിങ് വേണമെങ്കിൽ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് മുൻകൂട്ടി ചിന്തിക്കണ്ടേ? 15 മുതൽ 20 വർഷത്തിന് ശേഷം നിങ്ങളുടെ കുട്ടി IIT-ലോ ഹാർവാർഡിലോ പോകട്ടെ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങട്ടെ. എന്ത് തന്നെ ചെയ്താലും സ്വപ്നം അവരുടേതായിരിക്കും, അധ്വാനം അവരുടേതായിരിക്കും. പക്ഷേ ആ സ്വപ്നത്തിനായുള്ള ഗ്രൗണ്ട് വർക്ക് നിങ്ങൾ ഇന്ന് തന്നെ തുടരാം. നമുക്ക് കുറച്ച് വിശദമായി സംസാരിക്കാം. കുട്ടിയുടെ ഭാവിയിലെ ചില ചിലവുകൾ യഥാർത്ഥത്തിൽ എത്രയാകുമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. 10 മുതൽ 15 വർഷം മുൻപ് എഞ്ചിനീയറിംഗ് 3-4 ലക്ഷം രൂപയ്ക്ക് കഴിയുമായിരുന്നു. ഇന്ന് അത് 15 മുതൽ 20 ലക്ഷം രൂപ വരെയായി മാറി. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, അടുത്ത 15-20 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കുട്ടി വലുതാകുമ്പോഴേക്കും എത്ര ചിലവ് വരുമെന്ന്. വരൂ, നമുക്ക് ഒരുമിച്ചൊന്ന് കണക്ക് കൂട്ടി നോക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും ബഡ്ജറ്റ് തികയാതെ വന്നേക്കാം. നോക്കൂ, ഭാവിയിലെ ചെലവുകൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ വെറുതെ കൂട്ടി നോക്കിയത് കൊണ്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കൂട്ടുപലിശയുടെ ഫോർമുലയാണ്. ഫ്യൂച്ചർ വാല്യൂ എന്നത് പ്രസന്റ് വാല്യൂ ഇൻറ്റു 1 പ്ലസ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ റേസ് ടു ദ പവർ ടൈം ആണ്. നിങ്ങൾക്ക് നന്നായി പ്ലാൻ ചെയ്യാൻ വേണ്ടി ഈ ടേബിളിലെ ഓരോ കോളവും ഞാൻ ലളിതമായി വിശദീകരിച്ച് തരാം. ഹൈസ്കൂൾ ഫീസ് ഇന്ന് വർഷത്തിൽ ഏകദേശം 1.2 ലക്ഷമാണ്. ഇനി 10 വർഷം കഴിഞ്ഞാൽ അത് ഏകദേശം 2.6 ലക്ഷത്തിന് അടുത്തേക്ക് വർദ്ധിക്കും. എഞ്ചിനീയറിംഗിന് ഇന്ന് ഏകദേശം 20 ലക്ഷം രൂപയാകും. ഇന്ത്യയിൽ 15 വർഷത്തിന് ശേഷം ഈ തുക ഏകദേശം 60 ലക്ഷത്തിനടുത്താകും. ഇനി മെഡിക്കൽ പഠനത്തിന്റെ കാര്യം നോക്കിയാൽ അതിന്റെ ഇപ്പോഴത്തെ ചിലവ് 25 ലക്ഷം രൂപയാണ്. എന്നാൽ 15 വർഷത്തിന് ശേഷം അതിന്റെ ചെലവ് 80 ലക്ഷത്തിനടുത്താകും. ഇനി കുട്ടികളെ US-ൽ അയച്ച് അണ്ടർഗ്രാഡ് പ്ലസ് PG പഠിപ്പിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇന്നത്തെ ചെലവ് ഏകദേശം 1.2 കോടിയാണ്. എന്നാൽ 18 വർഷത്തിന് ശേഷം അത് ഏകദേശം 4.8 കോടി വരെ എത്തും. ഇതിൽ ഹോസ്റ്റൽ, ലാപ്ടോപ്പ്, കോച്ചിങ്, യാത്ര എന്നിവയുടെ ചിലവുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെല്ലാം ചേർത്തായി വേറൊരു ഷീറ്റ് വേണ്ടി വരും. വിദ്യാഭ്യാസം മാത്രമല്ല, വിവാഹവും വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഒരു 50 ലക്ഷം രൂപയുടെ ഗംഭീര വിവാഹമാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതേ രീതിയിലുള്ള ഒരു വിവാഹത്തിന് 20 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.3 കോടി ചെലവാകും. ഒരു സെക്കൻഡ്. അപ്പോ 2 കോടി സത്യമായിട്ടും? അതെ. എത്രയും വേഗം തുടങ്ങുന്നവോ അത്രയും എളുപ്പമാകും എന്നതാണ് ഇതിലെ നല്ല കാര്യം. ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി. കുട്ടികൾക്ക് എന്തൊക്കെ ചിലവുകളാണ് വരിക എന്ന് ആദ്യം തീരുമാനിക്കുക. അതായത് സ്കൂൾ ഫീസ്, കോച്ചിങ്, ഹോസ്റ്റൽ, ലാപ്ടോപ്പ് തുടങ്ങിയവ. ഇനി ഇവയുടെ ഇപ്പോഴത്തെ ചിലവ് കുറിച്ചു വയ്ക്കുക. നിങ്ങളുടെ നഗരം, ഇൻസ്റ്റിറ്റ്യൂട്ട്, ജീവിത രീതി എന്നിവയ്ക്കനുസരിച്ച്. എന്നിട്ട് ഈ ഫോർമുല ഉപയോഗിക്കൂ. അതായത് പ്ലാനിങ് സിമ്പിൾ ആണ്, തുടക്കം മുതൽ ചെയ്യണമെന്ന് മാത്രം. ഇപ്പോൾ കണ്ടില്ലേ, ഒരു കുട്ടിയുടെ ഫ്യൂച്ചറിനായി ഏകദേശം 60 ലക്ഷം മുതൽ 2.5 കോടി വരെ വേണ്ടിവരാം. ഇത് വെറുതെ കാറ്റിൽ പറത്തിയ നമ്പറല്ല, പൂർണ്ണമായ കാൽക്കുലേഷനിലൂടെ വന്നതാണ്. അപ്പോൾ ശരിക്കുമുള്ള ചോദ്യം ഇത്രയും പണം എവിടെ നിന്ന് വരും എന്നതാണ്. നാളെ നിങ്ങളില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുറച്ച് പേടിയാവുന്നുണ്ട്, അറിയാം. പക്ഷേ ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഫ്യൂച്ചർ വെറുതെ സ്വപ്നം കാണുന്നത് കൊണ്ടുണ്ടാകുന്നതല്ല, പ്ലാനിങ്ങിലൂടെ ഉണ്ടാകുന്നതാണ്. അവിടെയാണ് ഒരു സ്മാർട്ട് ബാക്കപ്പ് വരുന്നത്. ഒരു ചൈൽഡ് ഇൻഷുറൻസ് പ്ലാൻ ജീവിതം ഒരു റോളർ കോസ്റ്റർ ആണ്. ചിലപ്പോൾ മുകളിൽ, ചിലപ്പോൾ താഴെ. ഈ പ്ലാൻ ഓരോ ടേണിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എല്ലാ മാസവും കുറച്ചായി സേവ് ചെയ്യുക. പതുക്കെ ആ പണം കൊണ്ട് തന്നെ വലിയൊരു ഫണ്ട് രൂപപ്പെടുന്നു. ഇനി നിങ്ങളുടെ കുട്ടി എന്ത് ചെയ്താലും നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിരിക്കും.
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ നിങ്ങൾ ഇല്ലെങ്കിൽ പോലും പോളിസി ഒരിക്കലും നിൽക്കില്ല. കമ്പനി നിങ്ങൾക്ക് വേണ്ടി പ്രീമിയം അടയ്ക്കും. പോളിസി തനിയെ ഓട്ടോ പൈലറ്റിൽ പോകും. ഇതാണ് സ്മാർട്ട് പ്ലാനിംഗ്. പ്ലാനുകൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തരുന്നത്? പ്രെഡിക്റ്റബിൾ ഗോൾ സെറ്റിംഗ്, ലൈഫ് കവർ പ്ലസ് പ്രീമിയം ബിൽവർ. നിങ്ങളില്ലെങ്കിലും പ്ലാന് തുടർന്നുകൊണ്ടിരിക്കും. മെച്യൂരിറ്റിയിൽ ലംസം അല്ലെങ്കിൽ റെഗുലർ പേ ഔട്ട്. കൃത്യമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ. നിങ്ങൾ ഒരു റിലയബിൾ ആയ സ്മാർട്ട് ചൈൽഡ് പ്ലാൻ അന്വേഷിക്കുകയാണെങ്കിൽ കാനഡ HSBC ലൈഫ് ഇൻഷുറൻസിന്റെ ചൈൽഡ് പ്ലാനുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവരുടെ ഐ സെലക്ട് ഗ്യാരണ്ടീഡ് ഫ്യൂച്ചർ പ്ലസ് നിങ്ങൾക്ക് 4 യുണീക്ക് പ്ലാൻ ഓപ്ഷനുകൾ നൽകുന്നു, ഓരോ വ്യത്യസ്ത ആവശ്യങ്ങൾക്കും. കേൾക്കൂ, എൻഡോവ്മെന്റ് പ്ലാൻ. ചെറിയ പ്രതിമാസ നിക്ഷേപങ്ങൾ ചെയ്യൂ, പിന്നെ പോളിസിയുടെ അവസാനം വലിയൊരു ഗ്യാരണ്ടീഡ് തുക ലഭിക്കും. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും ഭാവി ലക്ഷ്യങ്ങൾക്കും ഇത് മികച്ചതാണ്. റെഗുലർ ഇൻകം പ്ലാൻ. നിങ്ങളുടെ പ്രീമിയം അടയ്ക്കുന്ന കാലാവധി തീരുമ്പോൾ മെച്യൂരിറ്റിയിൽ നിങ്ങൾക്ക് കുറച്ച് പണം ലംസമായി ലഭിക്കും. ബാക്കിയുള്ളവ പ്രതിമാസ വരുമാനമായി വന്നുകൊണ്ടിരിക്കും. ഏർലി ഇൻകം പ്ലാൻ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ റിട്ടേൺസ് ലഭിക്കണമെങ്കിൽ ഈ പ്ലാൻ നിങ്ങൾക്കുള്ളതാണ്. പോളിസിയുടെ 2ാം വർഷം മുതൽ തന്നെ നിങ്ങൾക്ക് പ്രതിമാസ വരുമാനം ലഭിച്ചു തുടങ്ങും. ലോങ് ടേം ഇൻകം പ്ലാൻ. ദീർഘകാല വരുമാന സ്രോതസ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ചതാണ്. കൂടാതെ പോളിസി മെച്യൂർ ആകുമ്പോൾ പ്രീമിയം മുഴുവനും നിങ്ങൾക്ക് തിരികെ ലഭിക്കും. കൂടാതെ ഈ എല്ലാ പ്ലാനുകൾക്കും ഒരു ബോണസ് ഉണ്ട്, ലൈഫ് കവറും പ്രീമിയം പ്രൊട്ടക്ഷൻ കവറും. അതായത് നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുടുംബത്തിന് തുടർന്നും പിന്തുണ ലഭിക്കും. അതിനാൽ ഭാവി പ്ലാനിങ്ങിനെ കുറിച്ച് ടെൻഷൻ വേണ്ട. കാനഡ HSBC ലൈഫ് ഇൻഷുറൻസിന്റെ ഐ സെലക്ട് ഗ്യാരണ്ടീഡ് ഫ്യൂച്ചർ പ്ലസ് തിരഞ്ഞെടുത്ത് സ്വപ്നങ്ങൾക്ക് മികച്ച തുടക്കം നൽകൂ. ഇനി ഒരു ഒഴികഴിവുമില്ല. കുട്ടികളുടെ ഭാവി പ്ലാനിങ്ങും സുരക്ഷിതമാണ്. നിങ്ങൾക്ക് റിപ്പോർട്ട് കാർഡിലും നല്ല മാർക്ക് നേടാം. ഈ വീഡിയോയിൽ ഇത്രമാത്രം. പോകുന്നതിന് മുൻപ് ഒരു കാര്യം ഓർക്കുക, കുട്ടിക്കാലത്തെ പിഗ്ഗി ബാങ്ക് മുതൽ കോളേജ് ഫീസ് വരെ എല്ലാ ഘട്ടത്തിലും പ്ലാനിംഗ് ആവശ്യമാണ്. ഇന്ന് നിങ്ങൾ ഒരു മികച്ച തീരുമാനമെടുത്താൽ നാളെ നിങ്ങളുടെ കുട്ടി സ്വപ്നം കാണുക മാത്രമല്ല, അത് പൂർത്തിയാക്കുകയും ചെയ്യും. ഇനി ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. എന്നാൽ അടുത്ത വീഡിയോ ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമന്റിൽ തീർച്ചയായും പറയുക. കൂടാതെ മൂല്യവത്തായ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ഞങ്ങൾ നിങ്ങൾക്കായി ഉടൻ കൊണ്ടുവരും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. കാനറ HSBC ലൈഫ് ഇൻഷുറൻസ്, പ്രോമിസിന്റെ പാർട്ട്ണർ.